നമ്മുടെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് ഒരു ഭാര്യയും 2 കുട്ടികളും ഉണ്ട് എന്ന ആരോപണം സാമൂഹ്യ മാധ്യമങ്ങളിൽ അങ്ങനെ പ്രചരിക്കുകയാണ്. രാഹുലിനെ എതിർക്കുന്ന രാഷ്ട്രീയ ചേരിയിലുള്ളവരെല്ലാം ഈ വാർത്ത ഷെയർ ചെയ്യുന്നു. ചിലർ നമ്മുടെ മലയാള സിനിമയായ ഗോഡ് ഫാദറിലെ ഒരു രംഗം ഉദ്ധരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ ഇന്നസെൻ്റ് അവതരിപ്പിക്കുന്ന കഥാപാത്രമായ സ്വാമിനാഥന് ഇതുപോലെ ഭാര്യയും കുട്ടികളും ഉള്ള കാര്യം ഈ ഗോഡ് ഫാദറായ അവരുടെ അച്ഛൻ വളരെ വൈകിയാണ് അറിയുന്നത് എന്ന ഒരു സന്ദർഭമുണ്ട്. അത് വളരെ ഹാസ്യാത്മകമായാണ് അന്ന് അതിൻ്റെ സംവിധായകൻ അത് ചിത്രീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് പലരും സാമൂഹ്യ മാധ്യമങ്ങളിൽ രാഹുൽ ഗാന്ധിയെ പരിഹസിക്കുന്നത്. ഇത്തരത്തിലൊരു ആരോപണം പെട്ടെന്ന് ഉയർന്നു വരാൻ ഒരു കാരണം ഉണ്ട്. അത് ഒരു ബംഗ്ലാദേശ് ജേർണലിസ്റ്റിൻ്റെ പണിയാണ്. ബംഗ്ലാദേശ് ജേർണലിസ്റ്റായ സലാവുദ്ദീൻ ഷോയിബ് ചൗധരി അദ്ദേഹത്തിൻ്റെ വീക്ക്ലി ബ്ലിറ്റ്സ് എന്ന മാസിക അല്ലെങ്കിൽ ആഴ്ചപ്പതിപ്പിലാണ് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചത്. ഈ സലാവുദ്ദീൻ ചൗധരിയുടെ ഈ ലേഖനം വളരെയധികം ശ്രദ്ധ പിടിച്ചുപറ്റി. അദ്ദേഹം ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റാണ് എന്നൊക്കെയാണ് അവകാശപ്പെടുന്നത്. അദ്ദേഹത്തിന് ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ ബംഗ്ലാദേശിലൊക്കെ വലിയ അറിയപ്പെടുന്ന ഒരാളാണ്. ഏതായാലും ഈ ലേഖനം ഇന്ത്യൻ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വളരെ വിപുലമായി ചർച്ച ചെയ്യുകയാണ്. ഈ ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കളുടെ ഇങ്ങനത്തെ രഹസ്യ കഥകളൊക്കെ കണ്ടെത്താനും അത് വായിക്കാനുമൊക്കെ താല്പര്യമുള്ള നിരവധി ആളുകൾ എക്കാലത്തും ഉണ്ടായിരുന്നു. ഈ ലേഖനത്തിൽ തന്നെ മോത്തിലാൽ നെഹ്റുവിന് 2 ഭാര്യമാരുണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആണ് ഇദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ ജവഹർലാൽ നെഹ്റുവിന് എഡ്വീന മൗണ്ട് ബാറ്റനുമായി പ്രണയമുണ്ടായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇദ്ദേഹം വീണ്ടും ആരോപണമായി ഉന്നയിക്കുന്നു. ഏതായാലും അതൊക്കെ വലിയ തോതിൽ ഇന്ത്യ ചർച്ച ചെയ്തതാണ്. എഡ്വീന നെഹ്റു ബന്ധത്തെ സംബന്ധിച്ച് പലരും പുസ്തകങ്ങൾ തന്നെ എഴുതുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ ഒരു കഥയെ പിൻപറ്റിയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയിലേക്ക് ഈ മാധ്യമപ്രവർത്തകൻ എത്തുന്നത്. ഇത് എത്രമാത്രം വാസ്തവമാണ് എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയം നിലനിൽക്കുകയാണ്. നേരത്തെയും ഈ രാഹുൽ ഗാന്ധിയുടെ ബന്ധത്തെ സംബന്ധിച്ചൊക്കെ പലപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിൽ വാർത്ത പ്രചരിച്ചിരുന്നു. ഇന്ത്യയിലെ കോൺഗ്രസ്സുകാരും അല്ലാത്തവരുമൊക്കെ ആയ ആളുകൾ ഈ രാഹുലിൻ്റെ വിവാഹത്തെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ എല്ലാ ഘട്ടത്തിലും ഉയർത്തിയിട്ടുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ തന്നെ റായ്ബറേലിയിൽ അദ്ദേഹം പ്രചരണം നടത്തുമ്പോൾ അവിടെ ഈ മഹാരാജ്ഗഞ്ചിൽ ഒരു യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് ആളുകൾ രാഹുൽ ഗാന്ധി എപ്പോൾ കല്യാണം കഴിക്കും എന്ന ചോദ്യം ഉയർത്തി. ആ ചോദ്യം കേട്ടപ്പോൾ പ്രിയങ്ക അതിന് രാഹുൽ തന്നെ മറുപടി പറയട്ടെ എന്ന് പറയുകയും രാഹുൽ ഗാന്ധി അധികം വൈകാതെ താൻ കല്യാണം കഴിക്കും എന്നവിടെ പറയുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഈ ഇന്ത്യക്കാരായ ആളുകൾക്ക് രാഹുൽ ഗാന്ധിയുടെ വിവാഹത്തിൽ വലിയ താല്പര്യമുണ്ട് എന്നത് വ്യക്തമാണ്. അതുമാത്രമല്ല ഈ വലിയ നേതാക്കളുടെ ചില പിന്നാമ്പുറ കഥകളൊക്കെ അറിയാൻ വലിയ ജിജ്ഞാസയുള്ളവരാണ് നമ്മുടെ നാട്ടിലെ ആളുകൾ. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു മാതൃകാ പുരുഷൻ മഹാത്മാഗാന്ധിജിയാണ്. അദ്ദേഹത്തിൻ്റെ എളിമയുള്ള ജീവിതവും വ്യക്തിപരമായിട്ട് അദ്ദേഹം അനുഷ്ഠിക്കുന്ന ചില കാര്യങ്ങളുമൊക്കെ രാഷ്ട്രീയക്കാർ അതേപടി ആവർത്തിക്കണം എന്ന് ശാഠ്യം പിടിക്കുന്നവരാണ് ഇന്ത്യക്കാരിൽ കൂടുതലും ഉള്ളത്. അപ്പോൾ രാഷ്ട്രീയക്കാർക്ക് അങ്ങനെ വഴിവിട്ട ബന്ധങ്ങൾ ഉണ്ടായിക്കൂടാ, അവർ ലാളിത്യം ഒരു മുഖമുദ്രയാക്കണം എന്നൊക്കെയാണ് നമ്മുടെ പൊതുവെ ഇന്ത്യക്കാരുടെ ആഗ്രഹം. ഈ വിദേശ രാജ്യങ്ങളിലുള്ളതുപോലെ ഒന്നിലധികം കാമുകിമാരുള്ളവരെയൊക്കെ ഇങ്ങനെ രാഷ്ട്രത്തലവന്മാരോ അല്ലെങ്കിൽ പ്രധാന തസ്തികകളിലേക്ക് തിരഞ്ഞെടുക്കാനോ ഒന്നും ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല. എളിമയുള്ളവരായിരിക്കണം രാഷ്ട്രീയക്കാരെന്നൊരു കാഴ്ചപ്പാട് നമ്മൾ എത്രയോ കാലമായി വെച്ച് പുലർത്തുന്നു. പക്ഷേ അങ്ങനെയൊക്കെ ആകുമ്പോൾ തന്നെയും എല്ലാ ആളുകളെക്കുറിച്ചും ഇത്തരത്തിലുള്ള അന്വേഷണം, പിന്നാമ്പുറ അന്വേഷണങ്ങൾ എല്ലാ കാലത്തും നടന്നിട്ടുണ്ട്. അത് കോൺഗ്രസ് നേതാക്കളെ പറ്റി മാത്രമല്ല, അടൽ ബിഹാരി വാജ്പേയി പോലുള്ളവരും അതിന് ഇരയായിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും രാഹുൽ ഗാന്ധിയുടെ ബന്ധത്തെപ്പറ്റി ഈ മാധ്യമപ്രവർത്തകൻ വലിയ വിശാലമായ ഒരു അന്വേഷണമാണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥിയായി ഇരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ രാഹുൽ ഗാന്ധിക്ക് ഒട്ടനവധി പ്രണയബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് ഇദ്ദേഹം കണ്ടെത്തിയിട്ടുള്ളത്. ഇദ്ദേഹം പറയുന്നത് ഈ ഹിന്ദു യുവതികളുമായി ആയിരുന്നില്ല രാഹുൽ ഗാന്ധിക്ക് അടുപ്പം, മറ്റു മതത്തിൽ മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളുമായാണ് അടുപ്പം എന്നൊക്കെയാണ് ഈ ലേഖകൻ തട്ടിവിടുന്നത്. അതിൽ ഒരു പേര് ഒരു അഫ്ഗാൻകാരിയുടേതാണ്. അത് നോയൽ സഹോർ എന്ന ഒരു രാജകുടുംബ അംഗത്തെ പറ്റിയാണ്. അവർ രാഹുൽ ഗാന്ധിയുമായി അടുപ്പം സൂക്ഷിച്ചിരുന്നു എന്നൊക്കെയാണ്
ഈ ലേഖകൻ പറയുന്നത്. 1933 മുതൽ 1973 വരെ അഫ്ഗാൻ ഭരിച്ച അഫ്ഗാൻ രാജാവായിരുന്ന മുഹമ്മദ് സാഹിർ ഷായുടെ ചെറുമകളാണ് ഈ നോയൽ സഹീർ രാജകുമാരി. അപ്പോൾ നോയലുമായി അടുത്ത ബന്ധം ഈ രാഹുൽ ഗാന്ധി വെച്ചിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ രാഹുൽ അന്ന് ഒരു പാശ്ചാത്യ സംസ്കാരം അങ്ങനെ അനുഷ്ഠിക്കുന്ന ഒരാളായിരുന്നു എന്നുകൂടി ഈ ലേഖകൻ പറയുന്നു. അദ്ദേഹം പോർക്കും ബീഫുമൊക്കെ മിഷ്ടാനം കഴിച്ചിരുന്നുവെന്നും സാധാരണ ഇന്ത്യക്കാരിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തു എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സഹപാഠികളെ ഇൻ്റർവ്യൂ ചെയ്ത് നമ്മുടെ ഈ മാധ്യമപ്രവർത്തകനായ സലാവുദ്ദീൻ ചൗധരി കണ്ടെത്തിയിട്ടുള്ളത്. ഏതായാലും ഈ അഫ്ഗാൻ യുവതി നോയൽ രാഹുലുമായുള്ള ബന്ധം അധികകാലം തുടർന്നില്ല. അതിന് പല കാരണങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അവർ ഗർഭിണിയായി എന്നൊക്കെയുള്ള ചില കുറേ കൂടി അത്ര സാധാരണ സമൂഹങ്ങൾ ചർച്ച ചെയ്യാത്ത ചില കഥകളൊക്കെ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഏതായാലും ആ ബന്ധം അങ്ങനെ അവസാനിച്ചു എന്നൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ. പിന്നെ വീണ്ടും ഇതിനെ സംബന്ധിച്ച് തൻ്റെ രാഹുലിൻ്റെ മറ്റ് കാമുകിമാരെക്കുറിച്ചും ഇദ്ദേഹം പറയുന്നുണ്ട്. അതിൽ മറ്റൊന്ന് ഈ വെറോണിക്ക കാർട്ടലി എന്ന് പറയുന്ന ഒരു സ്ത്രീയെക്കുറിച്ചാണ്. അവരുടെ പേര് ഈ വെറോണിക്ക കാർട്ടലി ആണെങ്കിലും ജുവാനിറ്റ വിഞ്ചി എന്നാണ് അവർ അറിയപ്പെടുന്നത് എന്ന് ഈ മാധ്യമപ്രവർത്തകൻ പറയുന്നു. ഈ ജുവാനിറ്റയ്ക്ക് 2 കുട്ടികൾ ഉണ്ട് എന്നും അത് നായക് വിഞ്ചി, മിനിക് വിഞ്ചി എന്നിവരാണ് എന്നും ഈ ലേഖകൻ കണ്ടെത്തിയതായാണ് അവകാശപ്പെടുന്നത്. ഏതായാലും ഇതിപ്പോൾ ഒരു പുതിയൊരു കഥയല്ല. നേരത്തെയും ഇങ്ങനെ രാഹുൽ ഗാന്ധിക്ക് ഒരു സ്പാനിഷ് യുവതിയുമായി പ്രണയബന്ധം ഉണ്ടായിരുന്നുവെന്ന് മാധ്യമങ്ങൾ പലയിടത്തും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഈ പാപ്പരാസികൾ ഇതിൻ്റെയൊക്കെ പുറകിൽ പോയിട്ടുണ്ട്. രാഹുൽ ഗാന്ധി സ്റ്റേഡിയത്തിൽ അവർക്കൊപ്പം ഇരിക്കുന്നതും അവധിക്കാലം ചിലവഴിച്ചു എന്ന് പറഞ്ഞതുമൊക്കെ ആയ കഥകൾ പല ഘട്ടങ്ങളിലും ഇങ്ങനെ പ്രചരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അവർ സോണിയാഗാന്ധി ഉള്ളപ്പോൾ തന്നെ അവർ ഒരുമിച്ചുണ്ടായിരുന്നുവെന്നും നമ്മുടെ കേരളത്തിൽ രാഹുൽ വന്നപ്പോഴും ഇവർ കൂടെ ഉണ്ടായിരുന്നു എന്നുമൊക്കെയുള്ള കഥകൾ എല്ലാ ഘട്ടത്തിലും അങ്ങനെ പ്രചരിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് 2 കുട്ടികളുണ്ടെന്നും അവരുടെ ആ കുട്ടികളുടെ പിതാവ് രാഹുൽ ഗാന്ധിയാണ് എന്നൊക്കെയുള്ള വാദങ്ങളും അന്നും ഉണ്ടായിരുന്നു. പക്ഷേ അതിപ്പോൾ കുറേ കൂടി ശക്തമായി തൻ്റെ കയ്യിൽ തെളിവുണ്ട് എന്നൊക്കെ ഉള്ള തരത്തിലാണ് ഈ ലേഖകൻ തട്ടിവിടുന്നത്. പക്ഷെ അന്ന് ഈ വലിയ വിവാദം പൊട്ടിപ്പുറപ്പെട്ട ഒരു സമയത്ത് ഈ വെറോണിക്ക കാർട്ടലിയുടെ കാര്യം പുറത്തു വന്നൊരു സമയത്ത് പക്ഷേ അവരുടെ ചിത്രമല്ല പുറത്തു വന്ന ചിത്രം നതാലിയ റാമോസ് എന്ന് പറയുന്ന ഒരു സ്പാനിഷ് നടിയുടേതാണ്. അവർക്കൊപ്പം രാഹുൽ ഗാന്ധി നിൽക്കുന്ന ഒരു ചിത്രമാണ് അന്ന് പുറത്തു വന്നത്. അതാണ് ഈ സ്പാനിഷ് ഭാര്യ എന്ന തരത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടത്. അത് സത്യത്തിലൊരു നടിയാണ്. ഈ നടിയാണ് ഈ ചിത്രം നേരത്തെ പങ്കുവച്ചത്. രാഹുൽ ഗാന്ധിയെ കാണാൻ കഴിഞ്ഞതിൻ്റെ ഒരു സന്തോഷമൊക്കെ അറിയിച്ചുകൊണ്ട് അവർ പങ്കുവച്ചൊരു ചിത്രമാണ് പിന്നീട് രാഹുലിനെതിരെ വ്യാപകമായി ഉപയോഗിച്ചത് എന്നുള്ളത് കൂടിയാണ് ശ്രദ്ധേയം. ഈ നതാലിയുടെ പിതാവ് ഒരു ഓസ്ട്രേലിയക്കാരനാണ്. പക്ഷേ അവരുടെ അമ്മ ഒരു സ്പാനിഷ് വനിതയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു സ്പാനിഷ് വനിതയ്ക്ക് പകരം ഇവരുടെ ചിത്രം വന്നത്. ഏതായാലും രാഹുലിൻ്റെ ഈ പറയപ്പെടുന്ന ഭാര്യയുടെ കുടുംബത്തിന് ചില മയക്കുമരുന്ന് മാഫിയകളുമായി ബന്ധമുണ്ട് എന്നൊക്കെയുള്ള കണ്ടുപിടുത്തങ്ങളാണ് മറുവശത്ത് വരുന്നത്. ഇതിൻ്റെയൊക്കെ പുറകിൽ നമ്മുടെ രാഷ്ട്രീയ നേതാവായ സുബ്രഹ്മണ്യം സ്വാമിയുടെ ആരോപണങ്ങളും ഉണ്ട്. അദ്ദേഹവും വലിയ ശക്തമായ ആരോപണമാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ഉന്നയിക്കുന്നത്. രാഹുലിന് UK പൗരത്വമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അതും ഈ ലേഖനത്തിൽ ഈ മാധ്യമപ്രവർത്തകൻ എടുത്തു പറയുന്നുണ്ട് സുബ്രഹ്മണ്യം സ്വാമിയുടെ ഇത്തരം ആരോപണങ്ങളെ സംബന്ധിച്ച്. അതുകൂടാതെ ദ്വീപുകളിലും ദ്വീപ് രാഷ്ട്രങ്ങളിലും രാഹുലിന് ഒരു പൗരത്വമുണ്ട് എന്ന് ഇദ്ദേഹം പറയുന്നു. അങ്ങനെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി ഒരു പ്രധാന വിഷയമായി ചർച്ചാ വിഷയമായി രാഷ്ട്രീയ കേന്ദ്രങ്ങളിലൊക്കെ ഒരു വലിയ പരിഗണന രാഹുലിന് ലഭിക്കുന്നൊരു ഘട്ടത്തിൽ ആണ് ഇത്തരം കഥകൾ ആദ്യം പൊങ്ങി വന്നത്. ഇപ്പോഴത് അദ്ദേഹം ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പാർലമെൻറ്റിലൊക്കെ ശക്തമായി ആഞ്ഞടിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ കഥകൾ കൂടുതൽ ശക്തി പ്രാപിക്കുക. അതായത് വലിയ ഒരു അന്വേഷണം നടത്തിയാണ് തങ്ങളിതൊക്കെ കണ്ടെത്തിയത് എന്നാണ് ഈ മാധ്യമപ്രവർത്തകൻ്റെ അവകാശവാദം. അപ്പോൾ UK സ്ഥാപനമായ ബാക്കോപ്സ് ലിമിറ്റഡിൻ്റെ ഒരു പങ്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഓഹരി രാഹുൽ ഗാന്ധിക്കുണ്ട് എന്നും അങ്ങനെ ആ കമ്പനിയുടെ രേഖകളിൽ രാഹുൽ ഒരു UK പൗരനാണ് എന്നുമൊക്കെ ഉള്ള ഒരു ആരോപണം രാഹുൽ ഗാന്ധി നേരിടുന്നുണ്ട്. അത് ഈ സുബ്രഹ്മണ്യം സ്വാമിയെ പോലുള്ളവർ അത് ഒരു വലിയ വിഷയമായി ഉയർത്തുകയും ചെയ്തിട്ടുള്ളത്. അതായത് അതൊക്കെ ഈ ലേഖനത്തിൽ സവിസ്തരം ഇങ്ങനെ പ്രതിപാദിച്ചു പോവുകയാണ്. ഇതിൽ ഒരു പ്രധാന കാര്യം ആളുകൾക്ക് വ്യക്തിപരമായി അടുപ്പങ്ങൾ ഉണ്ടാകാതിരിക്കാം. അതൊക്കെ അവരവരുടേതായ
ചില സ്വകാര്യതകളാണ്. അതൊക്കെ ഒരു പുതിയ നൂറ്റാണ്ടിലെങ്കിലും മാനിച്ചു കൊടുക്കാൻ, അത് ഉണ്ടെങ്കിൽ ഉണ്ട്, അല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇല്ല, ഇല്ലായിരിക്കാം, ഉണ്ടായിരിക്കാം. പക്ഷേ അതിലേക്കൊക്കെ ശ്രദ്ധ പതിപ്പിക്കാതെ രാഹുൽ ഗാന്ധി ഉയർത്തുന്ന ആശയങ്ങൾ, രാഷ്ട്രീയ ആശയങ്ങളെ ആ നിലയ്ക്ക് കണ്ട് അതിനെ പ്രതിരോധിക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ ചെയ്യേണ്ട ഒരു കാര്യം. ഇപ്പോൾ വ്യക്തികൾക്ക് പലതരം വ്യക്തിബന്ധങ്ങൾ ഉണ്ടാകാം. അത് നമ്മൾ മനസ്സിലാക്കുന്ന തരത്തിലായിരിക്കില്ല ചിലപ്പോൾ അവരത് ഉൾക്കൊള്ളുക. യാഥാസ്ഥിതിക സമൂഹത്തിന് ഒരുപക്ഷെ വിയോജിപ്പുള്ള പല കാര്യങ്ങളും പലരും ചെയ്യുന്നുണ്ടാകാം. അത് നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഒരുപക്ഷെ അത് ദഹിക്കാത്തതുമാകാം. അപ്പോൾ സ്വാഭാവികമായും ആളുകൾക്ക് മറ്റ് സുഹൃത്തുക്കളുണ്ടാകാം, പരിചയക്കാരുണ്ടാകാം, അവരൊപ്പം ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുത്തിരിക്കാം. അതൊക്കെ ഒരു വലിയ ചർച്ചാ വിഷയമാക്കി ഇങ്ങനെ മാധ്യമങ്ങളിൽ അടിച്ചുവിടുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് അത് വായിക്കുന്നവരാണ് പരിശോധിക്കേണ്ടത്. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഇന്ത്യൻ രാഷ്ട്രീയ അത് ഉരുത്തിരിഞ്ഞു വന്നത് ബ്രിട്ടീഷ് വിരുദ്ധ സമര കാലഘട്ടത്തിലാണ്. അപ്പോൾ അന്ന് ബ്രിട്ടീഷ് വിരുദ്ധ സമര കാലഘട്ടത്തിൽ മഹാത്മജി ഉയർത്തിയ ചില ആശയങ്ങളുണ്ട്. രാഷ്ട്രീയക്കാർ എളിമയോടുകൂടി ജീവിക്കുക, അവർ പിന്നെ അത്യാഗ്രഹങ്ങളില്ലാതെ, സ്ഥാനമാന മോഹങ്ങളില്ലാതെ സേവന തൽപരരായി രംഗത്ത് വരിക, വ്യക്തി ജീവിതത്തിൽ അവർ ഒരു നിഷ്ഠ പുലർത്തുക, അങ്ങനെയൊക്കെയുള്ള ഒരു ഒട്ടനവധി കാര്യങ്ങൾ പലരും മുന്നോട്ട് വച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം മാത്രമല്ല, മറ്റ് സംഘടനകളിലും ആ സമാനമായ രീതിയിൽ നമുക്ക് ആളുകളെ കാണാൻ കഴിയും. ഇപ്പോൾ RSS സ്ഥാപകനായ ഡോക്ടർ ജിയും സമാനമായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വളരെയധികം ലളിത ജീവിതം നയിക്കുകയും ഉന്നതമായ ഒരു മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും അല്ലെങ്കിൽ ജീവിതത്തിൽ സ്വകാര്യ ജീവിതത്തിൽ അദ്ദേഹം ഒരു നിഷ്ഠ പുലർത്തുകയും ഒക്കെ ചെയ്ത ആളുകൾ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള രാഷ്ട്രീയ നേതാക്കൾ മാതൃകകളായി എടുക്കുന്ന ഇന്ത്യൻ രാഷ്ട്രീയം അവരുടെ പുതിയ തലമുറ അതേപോലെ ആകണം എന്ന് വാശി പിടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ അത് എത്രമാത്രം സാധ്യമാണ് എന്ന കാര്യം നമുക്ക് അറിയില്ല. ആളുകൾക്ക് വ്യക്തിപരമായി ബന്ധങ്ങളുണ്ടാകാം. മാത്രവുമല്ല, പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ ആളുകളോടൊപ്പം അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കളോടൊപ്പം ഒക്കെ നിന്ന് ഫോട്ടോ എടുക്കുന്നതും ഒരു വലിയ തെറ്റായി ഇന്ന് ലോകം കാണുന്നില്ല. പക്ഷേ ഈ രാഹുൽ ഗാന്ധിക്ക് ഇങ്ങനെ 2 കുട്ടികളുണ്ട് എന്ന വാദം വരുമ്പോൾ അത് കോൺഗ്രസ് അതിനെ തള്ളിക്കളയുകയാണ്. അതൊക്കെ വെറും തെറ്റിദ്ധാരണ പരത്തുന്ന ചില മാധ്യമ സൃഷ്ടികൾ മാത്രമാണ് എന്ന് കോൺഗ്രസ് പറയുന്നു. അത് വലിയ പ്രാധാന്യത്തോടുകൂടി എടുക്കാൻ അവർ തയ്യാറാകുന്നില്ല. ഏതായാലും 10 വർഷത്തിന് ശേഷമാണ് ഇന്ത്യക്കൊരു പ്രതിപക്ഷ നേതാവ് ഉണ്ടാകുന്നത്. ഇപ്പോൾ കോൺഗ്രസ് ഏതാണ്ട് അസ്തമിച്ചു എന്ന് വിശ്വസിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഒരു ചെറിയ തോതിലെങ്കിലും ഒരു തിരിച്ചുവരവ് നടത്താൻ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞിട്ടുള്ളത്. ആ ഒരു ഘട്ടത്തിൽ രാഹുൽ ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങളെ അല്ലെങ്കിൽ രാഹുൽ മുന്നോട്ട് വയ്ക്കുന്ന സംവാദങ്ങളെ അതിനെ രാഷ്ട്രീയമായി അതിന് മറുപടി നൽകുക എന്നതാവും മറ്റ് രാഷ്ട്രീയ BJP ആയാലും അല്ലെങ്കിൽ രാഹുലിനെ എതിർക്കുന്ന പാർട്ടികളായാലും ഒക്കെ ചെയ്യേണ്ടത് എന്ന് വേണം അനുമാനിക്കാൻ. ഇത്തരം അന്വേഷണാത്മക റിപ്പോർട്ടുകൾ എന്ന് പറഞ്ഞ് പുറത്തുവരുന്ന സംഭവങ്ങളുടെ വസ്തുതകൾക്ക് അത്ര വലിയ പ്രാധാന്യമുണ്ടോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കും.